മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ബെഡ്റോക്ക് എഡീഷനിൽ പുതിയതായി വന്നത്. അതിൽ ഞാൻ കളിക്കാൻ പോവുകയാണ്. ഈ സീരീസിൽ കുറേ ബിൽഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതൊരു കസ്റ്റം സീഡാണ്. LP ഹാർഡ് കോർ എന്നൊക്കെ അടിച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. ഒന്നും പഠിക്കുന്നത് 2 വർഷം വരെ ഞാൻ അത് കളിക്കും. പിന്നെ ഹാർഡ് കോറാണ്, അപ്പോൾ ഒരിക്കലും എത്താൻ എല്ലാം കഴിയും. ഓക്കെ, പ്ലേ കഷ്ടാണ്. എവിടെ നോക്കട്ടെ. അയ്യോ, ഓ ചെറിയ ബ്ലോസം പുതിയ വുഡ് ടൈപ്പും പിന്നെ വില്ലേജും കിട്ടിയിട്ടുണ്ട്. വില്ലേജിൻ്റെ ഉള്ളിൽ തന്നെ വുഡ് ടൈപ്പ് കിട്ടിയത് എന്തായി നന്നായി. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ വീടിൻ്റെ അവിടെ തന്നെ ചെറിയ ബ്ലോസം ഉണ്ട്. ബ്ലാക്ക് സ്മിത്ത് ഫസ്റ്റ് ചെസ്റ്റ് തന്നെ നമുക്ക് തുറക്കാം. എൻ്റെ വേൾഡത്തെ ഫസ്റ്റ് ലൂട്ടിങ്. അയ്യേ, ഓക്കെ. ഇതൊരു ബ്ലാക്ക് സ്മിത്ത് അല്ലേ? 2 ബ്ലാക്ക് സ്മിത്ത് ഒരേ വില്ലേജിൽ. ഇത് ആക്ച്വലി നൈസായിരുന്നു. നോക്കട്ടെ, കസ്റ്റം സീഡാണ് കേട്ടോ, ഇവിടെ പറഞ്ഞേക്കാം. അയ്യേ, നമുക്ക് ഫസ്റ്റ് ഡയമണ്ട് വേണം. ഒരു ബ്ലാക്ക് സ്മിത്ത് കൂടി. ഓക്കെ, ലാസ്റ്റത്തെ ജസ്റ്റ് ആയിരുന്നു. ഓക്കെ, അതും അപ്പോൾ ഒരു രക്ഷയില്ല. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇനി ഇതിൻ്റെ റൈഡ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് വുഡ് തന്നെ അങ്ങോട്ട് എടുത്തേക്കാം. അയ്യോ, ഓരോ ഹാർട്ടും 3 നമ്മുടെ മൈനസ് പോയിൻ്റാണ്. ഫസ്റ്റ് വുഡ് കളക്ട് ചെയ്യണം. അതിൻ്റെ മുമ്പ് സാലി ഒന്ന് നോക്കണം. ഓ, വില്ലേജർ ഔട്ട് പോസ്റ്റ് അല്ലത്. അങ്ങനെ അതും കിട്ടിയിട്ടുണ്ട്. അപ്പം അതെന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വില്ലേജിന് റൈഡൊക്കെ കൊണ്ടുവരാം. അടുത്ത് തന്നെ വില്ലേജർ ഔട്ട് പോസ്റ്റിലുണ്ടാവും. മറ്റേ ബാഡ് ഓവൻ എഫക്റ്റ് നമുക്ക് ആ പോർഷനായിട്ട് കിട്ടുക. ഇത് 1.21 ഓ, ഇതിൽ പോഷനാ. ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഇവിടെ ഞാൻ കയറിയതാണോ? ഇല്ലെന്ന് തോന്നണേ. നോക്കട്ടെ, ഡയമണ്ട് ഉണ്ടോ? ഉണ്ട്. അത് ആക്ച്വലി നൈസാണ്. ഫസ്റ്റ് വുഡൊക്കെ എടുക്കണം. ഐസ് ബക്കറ്റ് ചാലഞ്ച് കിട്ടി. ഇതാണ് അടുത്ത ചെസ്റ്റ്. അടുത്ത വർഷം കൂടി ഇതിലെത്ര 5. ഓക്കെ, അപ്പോൾ എല്ലാം ഞാൻ കളക്ട് ചെയ്യാണ്. ആപ്പിളൊക്കെ അത് ആക്ച്വലി നൈസാണ്. ഫസ്റ്റ് വുഡ് എടുക്കണമെങ്കിൽ ഡയമണ്ട് കിട്ടിയില്ല. ഇത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഓക്ക് ട്രീ ഇതന്നെ മൈൻ ചെയ്യാം. ഇവിടെ എന്താ ചെസ്റ്റാണോ? ഈ ഓക്ക് ട്രീ മൈൻ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ്. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യണില്ല. ഇത് ഇവിടെ എവിടെയെങ്കിലൊക്കെ വയ്ക്കണമല്ലോ. ഇവിടെ വയ്ക്കാം. അവിടെ വയ്ക്കുന്നത് ശരിയാവില്ല. ടോപ്പിലെല്ലാം വേണ്ട ഐറ്റം. ഇവിടെ വയ്ക്കണ്ട. ഹലോ, അവിടെ വയ്ക്കാം. ഇനി ഒരു ഡെർട്ട് എടുത്തിട്ട് അതിൻ്റെ ടോപ്പിൽ വെക്കണം. ഓക്കെ, ഇനി നമുക്ക് സാധാരണ വുഡ് മൈൻ ചെയ്യാം. മറ്റേതാകാം, പ്ലാങ്ക് ആക്കാം, ഒരു ടൂൾസ് ഉണ്ടാക്കാം. അയണ്ട്, അപ്പോൾ അയണ്ട് ടൂൾസും ആർമറും ഉണ്ടാക്കാം. അതാണ് നല്ലത്. ഫസ്റ്റ് അവർ ഗ്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. അപ്പോൾ വേൾഡത്തെ എൻ്റെ ഫസ്റ്റ് അവർ ഗ്രാഫ്റ്റിംഗ് ടേബിളാണ്. എവിടെ? അയ്യേ, അതിനുള്ള വുഡുമില്ലേ. പിന്നെ പൊട്ടിച്ചെടുത്തിട്ട് നടക്കുള്ളൂ. അതിലാക്ച്വലി ഒരെണ്ണം കൂടി ഉണ്ട്. അതെന്തായാലും നന്നായി. ഓക്കെ, അങ്ങനെ അതും ഞാൻ അടുത്തുണ്ട്. അങ്ങനെ അവിടെ ഫസ്റ്റത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ അങ്ങോട്ട് വെക്കുകയാണ്. ഇവിടെ പ്ലേസ് ചെയ്യാം. ഫസ്റ്റ് അവർ പിക്കാസ്.
അതും ഞാൻ ക്രാഫ്റ്റ് ചെയ്തു. ഫസ്റ്റ് അവർ ആക്സ് 2 കൂടി കിട്ടി. പാൻറ്റും കൂടി ഇതിനകമായിരുന്നു. എന്നാൽ ഫുൾ അയൺ ആർമർ അതിനെ കണ്ടോ. ഇത് നിങ്ങൾ കയ്യിലിടുക. ഇനി എനിക്കൊരു ബേസാണ് ഉണ്ടാക്കേണ്ടത്. സ്റ്റാർട്ടർ ആയിരിക്കരുത്, കുറച്ച് മോഡേൺ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസിഷൻ ഇട്ടുതരാം. അപ്പം ഞാൻ എല്ലാ ഐറ്റംസും കളക്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നായക്കുട്ടി മറ്റേ ഇതിനെ കൊണ്ടുവരാന്നു. ഇപ്പോൾ വന്നൊരു ഉൾഫ് വാരിയൻറ്റിനെ കൊണ്ടുവരാന്നു. അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം. അന്നേരം മറ്റേ ഇതാണ് സാധാ ഓക്ക് ആ സ്ഥലത്തില്ലേ വുഡനോ അങ്ങനെ എന്നിട്ടൊരു ഉൾഫ് വാരിയൻറ്റില്ലേ, അതന്നെ ഉൾഫ് വാരിയൻറ്റ് നമ്മുടെ വുഡിൻ്റെ സ്ഥലത്തുണ്ടാവുന്നത്. അതിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചോക്ക്. അത്രയും റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ സൗണ്ട് റെക്കോർഡ് ചെയ്യില്ല, വീഡിയോ മാത്രം. വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾക്ക് ബോറടിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ബേസ്. നീ ഇനി ഗ്ലാസ് വെക്കണം, അതിനുള്ള ഐറ്റംസ് ഒന്നും എൻ്റെ ഇല്ല. ഇവിടെയാണെന്ന് വെച്ചാൽ സാൻഡും കാണാനില്ല. നമ്മുടെ കരയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്തായാലും അത് നന്നായി. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ.